തങ്ങളെല്ലാം ഒരു ഐഡന്റിറ്റി വരെ കാണിച്ച് അവരെ നാട്ടുകാർ വരെ വിളിച്ചു പോയി ഒരു തങ്ങളാണ് എന്നിട്ട് പോലും തങ്ങളെല്ലാം പല വീഡിയോസിലും വിളിച്ചു പറഞ്ഞ പിന്നെ മക്കളെ സമാധാനായി. അടുത്ത റമദാന് വയലിന് ആരെ വിളിക്കാന്നുള്ള ആകെ കൺഫ്യൂഷനാണ്. ഒരുപാട് ആൾക്കാരെ തിരഞ്ഞു. ഇപ്പോഴാണ് ഒരാളെ കിട്ടിയത്. ഇതാകുമ്പോൾ എന്താണ്, 2 പൊറാട്ടി 1 ബീഫ് ഫ്രൈയിലും ഒതുങ്ങും ചെയ്യും. കാണാൻ ഒരുപാട് ആളുകളും ഉണ്ടാവും. എന്തായാലും വേണ്ടവരൊക്കെ ബുക്ക് ചെയ്തോളിട്ടാണ്. പുതിയൊരു വയലിച്ചിനെ കിട്ടിയിട്ടുണ്ട്. വയലിച്ച് മക്കളെ വീട് കണ്ടോക്കെ. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവരൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ. മനസ്സിലായില്ല? അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും നോക്കി നിങ്ങൾ അല്ലേ, മാതൃകയാക്കാട്ടോ. വല്ലാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ആയി പോയി. ഇതാണ് മക്കളെ പറയണത്. ഒരു പെണ്ണിന്റെ നോട്ടം മതി, അല്ലെങ്കിൽ ചെറിയൊരു സാന്നിധ്യം മതി ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഉയർച്ചയിലെത്താനും അതേപോലെ തന്നെ ഓന്റെ ഗതി അധോഗതി ആവാനും. എന്തിനെങ്കിലും പറ്റുമോ മക്കളെ? ഇതാണ് പറയണത്. നമ്മൾ ചെയ്യുന്ന പണിയിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിലോ പിന്നെ നമ്മൾ പരാജയപ്പെടില്ല അല്ലേ? ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും മൂപ്പരെന്ത് ചെയ്യുന്നില്ല. പക്ഷെ മൂപ്പര് ചെയ്യുന്ന ആ എഫർട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിച്ചെടുത്തേ പറ്റും. ഓരോരോ അടവ് നോക്കിയല്ലേ മക്കളെ വീട് ഉണ്ടാക്കി നിങ്ങള്. അതാണ് പറഞ്ഞത്, നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നമുക്ക് വിധിച്ചതാണ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായ? അതിന് കുടുംബത്തിൽ നിന്നാണേലും വേണ്ടില്ല, പുറത്തുനിന്നാണേലും വേണ്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇന്നലെ തലവേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല മനുഷ്യന്. ഇന്നിപ്പോ പണി കഴിഞ്ഞ് വന്നിട്ട് നേരെ മൊബൈൽ എടുത്ത പതകുണ്ട്. ഒന്നത്തെ രാത്രിയും പോയി. എന്താ ഞങ്ങൾ എന്നോടൊക്കെ ചെയ്ത തെറ്റ്. വല്ലാത്തൊരവസ്ഥ. ആയിഷ, ഇത് കണ്ടില്ലേ ജി? എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് മൂപ്പര് ചെയ്യണതൊക്കെ. പക്ഷെ അതല്ല നമുക്ക് പറയാനുള്ളത്. ആ എഴുതണ നേരം വേണ്ട. ഒരു ബ്രഷും കുറച്ച് പേസ്റ്റ് കൊടുത്തിട്ട് പല്ലേച്ച് കഴിഞ്ഞാൽ ആ പല്ലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ. അല്ലാതെ മക്കളെ വീട് കണ്ടില്ല നിങ്ങള്? അമ്മമാർക്ക് മക്കള് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജീവനാണ്. ചില സമയങ്ങളിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പരിസരം പോലും അമ്മമാര് മറന്നു. എവിടെ കുത്തി കയറ്റണില്ലേ?